വല്ലതും നടന്നു വന്നാൽ പോലെ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി. ഓ പട്ടിക്കെങ്ങനോട്ട് സൈക്കിൾ ചെയ്യുമാരും മേത്തിട്ടിട്ടുണ്ട്. ഇവന്മാർക്കൊന്നും ട്രെൻഡിനെ പറ്റി അറിയാൻ പറ്റില്ല. എവിടെ ആര് യുദ്ധം ചെയ്യാനുള്ളവരൊക്കെ എന്ത്? ഇതന്നെ 18-ാം പടിയാ. വരണ്ട് കുനിക്ക്. അയ്യോ അവരൊക്കെ എന്ത്? ആരും വരൂല. ആരും വരൂലേ? അതന്നെയല്ലേ ഞാനും പറഞ്ഞ. അവരൊക്കെ എന്ത്? ഏതോ ഒരുത്തൻ ഞങ്ങളുടെ രാജ്യത്ത് വന്നിട്ടേ ഈ അണ്ണാനില്ലേ, അണ്ണാറക്കണ്ണൻ, അതിനെ വെച്ച് കാശുണ്ടാക്കാന്ന് പറഞ്ഞ്. അണ്ണൻ മാത്രല്ല വെള്ളിമൂങ്ങയും ഇരുന്നലപൂരിയും ഒക്കെ കൊടുത്ത കാശ് കിട്ടും. ഇത് കള്ളക്കടത്തൊന്നല്ല, പൊട്ട. പിന്നെ അണ്ണാനെ ലോട്ടറി വിൽക്കണ്ടോ? അത് ഫോണിൽ എന്ത് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഞെക്കിക്കൊണ്ടിരുന്ന് കഴിഞ്ഞാൽ കാശ് കിട്ടും എങ്ങാണ്ട് പറഞ്ഞു. ഇപ്പൊ രാജ്യത്തുള്ള മന്ത്രി അടക്കം എല്ലാവരും ഫോണിലിട്ട് കുത്തിക്കൊണ്ടിരിക്കുക. അടിപൊളി. വിളിച്ചാൽ പോലും മന്നില്ല, യുദ്ധത്തിന് വിളിച്ചാൽ പോലും വരില്ല. അവന്മാരിട്ട് ഈ ഫോണിൽ കുത്തുമ്പേ അയൽ രാജ്യത്തു നിന്നുള്ള കുത്ത് എനിക്കാ കിട്ടണേ. നിനക്ക് നോക്കാറുന്നില്ലേ? കീപാഡ് ഫോണിലാ. കഴിഞ്ഞ ദിവസം തന്നെ ഇതേ അപ്പുറത്തെ രാജ്യമായിട്ട് യുദ്ധത്തിന് പോയായിരുന്നു. എന്നിട്ട് എല്ലാവരും വാളിന് കുത്തുന്നതിന് ഫോണിലിട്ട് കുത്തിക്കൊണ്ടിരിക്കുക. അണ്ണാന്റെ തേങ്ങ. നിനക്ക് ദേഷ്യം കണ്ടു കൊണ്ടായിരുന്നില്ല? അല്ല ഇനി കളിച്ചിട്ട് വല്ലതും കിട്ടിയാലോ? നിനക്കും ചെയ്തു നോക്കാറുന്നില്ലേ ഹാംസ്റ്റർ? ഞാനങ്ങൂല്ല, കഴിഞ്ഞ ദിവസം തന്നെ സൈറ്റ് ഒന്ന് മാറിപ്പോയി ഹാംസ്റ്റർ എടുത്ത് കഴിഞ്ഞപ്പോ. എന്നിട്ട് അണ്ണാനെ കണ്ടാ? അണ്ണാനും എല്ലാം ഉണ്ടായിരുന്നു. പണ്ട് ഞാൻ അപ്പൂപ്പനെ പറ്റിച്ചിട്ടുണ്ട്. എന്തും പറഞ്ഞിട്ട്? കാശിടുന്ന ഗെയിമാന്ന് പറഞ്ഞ് ബ്ലൂ വേലി ഏറ്റി കൊടുത്ത്. എടാ മഹാബാബി, അപ്പൂപ്പനെ ഇപ്പം ഇല്ല. ഇവനൊക്കെ എങ്ങനെയാണോ വിശ്വസിക്കണേ? നീ പറയാനുള്ള എന്താന്ന് വെച്ചാൽ പറ. ഇതിന് വെയിറ്റിംഗ് ചാർജ് ഉള്ളതാ. നിനക്കന്നായില്ലേ വല്ല ഓട്ടോറിക്ഷയ്ക്ക് വന്നാ പോരെ? അതിന് പെട്രോൾ കാശ് നിന്റെ ആരെല്ലാം കൊടുക്കോ? ഇവർക്കാണെങ്കിൽ 4 ഏത്തപ്പഴം വാങ്ങി കൊടുത്താൽ മതി, എവിടെ വേണേലും കൊണ്ടുവന്നായിക്കോളും. എങ്ങനെയെങ്കിലും കാശ് ഉണ്ടാക്കണം. എൻ്റെ ഒരു ബിസിനസ് പ്ലാൻ ഉണ്ട്. എന്ത്? നമ്മുടെ ഈ സ്പ്രൈറ്റ് ഒക്കെ പോലത്തെ ഒരു കൂൾ ഡ്രിങ്ക്സ് ഉണ്ടാക്കാൻ വേണ്ടി പ്രകൃതി എന്നുള്ള സാധനങ്ങളൊക്കെ ഇട്ടിട്ട് എന്നിട്ട് അത് ബോട്ടിലാക്കി കൊടുക്കാം. നല്ലൊരു ബിസിനസ്സാ. കുറച്ച് റിസ്ക് ഉണ്ട്. എന്താ? ഒരു കമ്പനി ആയിട്ട് തുടങ്ങാൻ പറ്റൂല. അതിനെ തുടങ്ങാൻ പറ്റൂലാത്ത കാശൊക്കെ നമുക്ക് ഒപ്പിക്കാന്നേ. ഇനി വാറ്റൊക്കെ ഉണ്ടാക്കാൻ സാങ്ഷൻ തരുമോ? എനിക്ക് തോന്നി വല്ല ഇടി കിട്ടാൻ പാകത്തിനുള്ള എന്തൊരു സാധനമൊന്ന്. ഈ വാറ്റാണോ നീ പറഞ്ഞ കൂൾ ഡ്രിങ്ക്സ്? അത് കുപ്പിയിലാക്കിയിട്ട് തണുപ്പിച്ചു കൊടുത്ത കൂൾ ഡ്രിങ്ക്സ് ആയില്ലേ? പിന്നെ ഇതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ മൈലൻഡ് ഉണ്ടാക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ നീ നെഗറ്റീവ് ആയിരുന്നല്ലോ. എന്നിട്ട് വേണം ജയിലിൽ പോയി കിടക്കാൻ. അവൻ്റെ ഒരു ബിസിനസ് ഐഡിയ. ഒരു ബിസിനസ് ഐഡിയയിൽ അത് കൂട്ടാനല്ലേ എനിക്ക് കിട്ടി. ഇനിയെങ്കിലും വരുമ്പോൾ ഒരു നിക്കർ ഇട്ടിട്ട് വാട്ടോ, നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ. ട്രെൻഡിനെ പറ്റി ഒന്നും അറിയാത്ത നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഈ ഇരുമ്പിന്റെ ജെട്ടി ഇട്ടിട്ട് അതിന്റെ മേളിൽ പട്ടിചങ്ങലൊക്കെ എടുത്ത് ഇടണാണ് നീ പറഞ്ഞ ട്രെൻഡ്. പണ്ടല്ലേ സ്വർണ്ണായിരുന്നു, യുദ്ധത്തിന് പോയി എല്ലാവരും അഴിച്ചെടുത്തോണ്ട് പോയി. കാശുണ്ടാക്കാനുള്ള വേറെ എന്തെങ്കിലും വഴി നോക്ക്. ഞാൻ പറയണ ബിസിനസ് ഐഡിയ ഒന്നും നിനക്ക് പറ്റൂല. എടാ നല്ലത് വല്ലതും നോക്ക് നീ. മനുഷ്യക്കടുത്ത് എങ്ങനെയുണ്ട്? നിന്നോടൊന്നും പറഞ്ഞിട്ടേ ഒരു കാര്യമില്ല.